പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഇന്നത്തെ ദിവ്യബലിയിൽ ജന്മദിനം ആഘോഷിക്കുന്ന അനൂപ് വർഗീസിന് വേണ്ടിയും ആൻ്റണി കീരമ്പലിയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ മാതാവ് ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോ ദൈവമാണ് എന്ന് സ്വന്തം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭവമാണ്. ദൈവത്തെ ദൈവത്തിൻ്റെ വഴികളും നിയമങ്ങളും അംഗീകരിക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാരത് അംഗീകരിക്കുകയും ചെയ്യുകയാണ്. നമ്മൾക്കും ദൈവത്തെ അംഗീകരിക്കുവാനും ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനും നമുക്ക് സാധിക്കണം. ദൈവത്തെ മറന്ന് സ്വാർത്ഥമായി നമ്മുടെ സ്വന്തമായ വഴികളിലൂടെ അഹങ്കാരത്തോടെ ദൈവത്തെ ധിക്കരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവയോർത്ത് ദൈവത്തോട് മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ഏകജാതന്റെ മഹത്വപൂർണമായ രൂപാന്തരണത്തിൽ വിശ്വാസ രഹസ്യങ്ങൾ പൂർവപിതാക്കന്മാരുടെ സാക്ഷ്യത്താൽ അങ്ങ് സ്ഥിരീകരിക്കുകയും സമ്പൂർണ്ണ ദത്തുപുത്ര സ്ഥാനം വിസ്മയകരമായി സൂചിപ്പിക്കുകയും ചെയ്തുവല്ലോ. അങ്ങേ പ്രിയപുത്രൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അവിടുത്തെ കൂട്ടവാസികളായി ഭവിക്കാൻ അങ്ങേ ദാസരായ ഞങ്ങൾക്കും അർഹത നൽകണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവവുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരോഹിതനായവൻ ഉപവിഷ്ടനായി. അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻരോമം പോലെ. തീജാലകളായിരുന്നു അവൻ്റെ സിംഹാസനം, അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി. അവൻ്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു. 10,000 പേർ അവൻ്റെ മുൻപിൽ നിന്നു. ന്യായാധിപസഭ ന്യായാവിധിക്ക് ഉപവിഷ്ടമായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷാക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. കർത്താവിൻ്റെ വചനം. കർത്താവ് വാഴുന്നു, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. കർത്താവ് വാഴുന്നു, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദ്വീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. കർത്താവ് വാഴുന്നു, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. കർത്താവിൻ്റെ മുൻപിൽ, ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു. എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. കർത്താവ് വാഴുന്നു, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. കർത്താവേ, അങ്ങ് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. എല്ലാ ദേവന്മാരേക്കാൾ ഉന്നതനാണ്. കർത്താവ് വാഴുന്നു, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചതുകൊണ്ടല്ല, ഞങ്ങൾ അവൻ്റെ ശക്തി പ്രവാഹത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രവാഹത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു.
സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടി വീണ്ടുവരികയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവിൻ്റെ വചനം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ്റെ വാക്ക് ശ്രവിക്കുകയും. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അധ്യായം 17 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവിടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയാസും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്ന് വീണു. അവർ ഭയവിഹ്വലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് വരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത്. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുക ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണമെന്നാണ്. ദൈവം ഈ ലോകത്തിലേക്ക് യേശുവായിട്ട് വരികയും ജീവിക്കുകയും സാധാരണ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ചിലപ്പോൾ ഒരു നേതാവ്, ഒരു പ്രവാചകൻ, എല്ലാം അറിയുന്ന ഒരാൾ, രോഗങ്ങളെയൊക്കെ സൗഖ്യപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ആ നാട്ടിൽ പ്രശസ്തനായിരുന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് ധാരാളം ശിഷ്യന്മാരും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യേശു ചെന്നെടുത്ത ജനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന് സുവിശേഷം സാക്ഷ്യം വഹിക്കുന്നു.
എങ്കിലും ഈ ശിഷ്യന്മാരുടെ ഇടയിൽ യേശുവിൻ്റെ ജീവിത ദൗത്യത്തെ പറ്റി പറയുമ്പോൾ അത് അംഗീകരിക്കുവാനായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സാധിച്ചിരുന്നില്ല. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഒന്നും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് അംഗീകരിക്കുവാൻ സാധിക്കുകയുണ്ടായില്ല. യേശുവിൻ്റെ ഈ കുരിശുമരണവും പീഡാസഹനവും ഒക്കെ ഉൾക്കൊള്ളുവാനായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് സാധിച്ചിരുന്നില്ല. അക്കാരണത്താൽ യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ യാക്കോബിനെയും പത്രോസിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് പോകുകയും അവിടെ തൻ്റെ മാനുഷികതയിൽ നിന്ന് മാറി തൻ്റെ ദൈവത്വത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന ആ സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം. താൻ എന്താണോ അത് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തൻ്റെ സ്വർഗീയ മഹിമ പ്രതാപം തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭവം. ദൈവത്തിൻ്റെ ഒപ്പമാകുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അത് സംഭവിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി എന്നാണ് പറയുന്നത്. വസ്ത്രങ്ങൾ പ്രകാശധവളമായി എന്നും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്ന, അതുപോലെ തന്നെ സ്വർഗീയ ഗണങ്ങളിൽപ്പെടുന്ന മോശയും ഏലിയായും വന്ന് യേശുവിനോട് സംസാരിക്കുന്നതായിട്ടും ഈ ശിഷ്യന്മാർ കാണുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ മനസ്സിലുണരുന്ന ഒരു വികാരം. പത്രോസ് ചോദിക്കുകയാണ്, എൻ്റെ ഈശോയെ, ഇവിടെ ആയിരിക്കുന്നത് എത്ര നല്ലതാണ്. നീ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ 3 കൂടാരങ്ങൾ പണിയാമെന്ന് പറയുകയാണ്. ഒന്ന് നിനക്ക്, മറ്റൊന്ന് മൂശയ്ക്ക്, വേറൊന്ന് ഏലിയായിക്ക് എന്ന് 3 കൂടാരങ്ങൾ പണിയാമെന്ന്. സാധാരണ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് സന്മനസ്സില്ലാത്തവരാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന വികാരത്തിൽ, അത് ഹൃദയത്തിലുണ്ടാകുന്ന വികാരം ഇതാണ്: ഈ ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം, ഈ ഈശോ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്നൊരു ചിന്തയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും മനസ്സിൽ വരേണ്ട ചിന്ത ഇത് തന്നെയാണ്. ഈ പത്രോസ് ശ്ലീഹായെ പോലെ, ശിഷ്യനെ പോലെ യേശു ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന്. ഈ ലോകത്തിൽ ഏതൊരവസ്ഥയും ജീവിച്ചാലും, എത്ര ദുരിതങ്ങൾ വന്നാലും, എത്ര കഷ്ടപ്പാടുകൾ വന്നാലും, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും, എത്ര സന്തോഷമുണ്ടായാലും ദൈവത്തോടൊപ്പമായിരിക്കണം. കൂടാരങ്ങൾ പണിയെന്ന് വിട്ടുപോകാതിരിക്കണം. അവിടെ ബസ് യേശുവിനെ വളർത്താൻ വേണ്ടിയിട്ട്, യേശു നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. നമ്മൾ യേശുവിനോടൊപ്പം ജീവിക്കണം. പത്രോസ്ലീഹ പറഞ്ഞത് കൂടാരങ്ങൾ പണിയുന്നതിനെ പറ്റിയാണ്. നമുക്കിന്നിപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയമാവുന്ന കൂടാരത്തിലേക്ക് യേശുവിനെ കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ ദൈവവും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. ഇതിനുശേഷം ഒരു മേഘം വന്ന് ആവരണം ചെയ്തു കഴിഞ്ഞപ്പോഴും സ്വർഗീയ പിതാവ് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്നാണ് പറയുന്നത്. നമുക്കും യേശുവിൻ്റെ വാക്കുകൾ കേട്ടാൽ മാത്രം പോരാ, അനുഭവിച്ചാൽ മാത്രം പോരാ, യേശുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കണം. യേശുവിനോടൊപ്പം ഉണ്ടായിരിക്കണം. യേശുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ സ്വാർത്ഥതകൾ വെടിഞ്ഞ്, നമ്മുടെ അസൂയകൾ വെടിഞ്ഞ്, നമ്മുടെ അക്രമങ്ങൾ വെടിഞ്ഞ്, നമ്മുടെ മാത്സര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ യേശുവിന് വേണ്ടി ഒരു സ്നേഹത്തിൻ്റെ, നിർമ്മലതയുടെ, ക്ഷമയുടെ, ഔദാര്യത്തിൻ്റെയൊക്കെ കൂടാരങ്ങൾ പണിത് നമ്മുടെ ഹൃദയത്തിൽ യേശുനാഥനെ വളർത്താം. അതിനായി നമുക്ക് ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.
നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച കാണിക്കകൾ അങ്ങേ ഏകജാതന്റെ മഹത്വമേറിയ രൂപാന്തരണത്താൽ പൗത്രീകരിക്കുകയും അവിടുത്തെ പ്രഭാപൂരത്താൽ പാപമാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സാക്ഷികളുടെ മുമ്പാകെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും മറ്റു മനുഷ്യരോടുകൂടെ പൊതുവായ ശരീരപ്രകൃതിയെ മഹാതേജസ്സാൽ നിറയ്ക്കുകയും ചെയ്തു. അങ്ങനെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ നിന്ന് കുരിശിൻ്റെ ഇടർച്ച നീക്കുകയും സഭയുടെ ശിരസിൽ വിസ്മരണീയമായി തിളങ്ങി വിളങ്ങുന്നത് സഭാഗാത്രം മുഴുവനിലും പൂർത്തീകരിക്കപ്പെടുമെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ അങ്ങേ മഹിമ അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് ഭൂമിയിൽ അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രഘോഷിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ
നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ ഭരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവാൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസർ ഫ്രാൻസിസ് ഫെർണാണ്ടസ്, ജോണി ഗോമസ്, ജോസ് ജോസഫ് പെരേര, സെലിൻ ജോസ് പെരേര, ബെർണാഡ് ഗ്ലാൻസ് കൊറേയ, ലൂസി ചീക്ക് ഓന്നംപിള്ളി, ലേസർ പുളിക്കൽ, ബ്രസ്റ്റോ ഒഡിസിൽവ എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലം അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടി നീ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങൾ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയം ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൽ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകന്യാടെ ഞങ്ങളിൽ കനിയണമേ.
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ ദിവ്യവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചൊരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രൻ്റെ തേജസ് മഹത്വപൂർണമായ രൂപാന്തരത്തിൽ വെളിപ്പെടുത്താൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഞങ്ങൾ സ്വീകരിച്ച സ്വർഗീയ ഭോജനം അവിടുത്തെ സാദൃശ്യത്തിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. മക്കൾ ഞങ്ങൾക്കായി
കാത്തിരക്ഷിക്കുന്ന അമ്മേ, തിരുസഭയെ കാത്തുരക്ഷിക്കുന്ന ഞങ്ങളുടെ സഹായമേ, ഞങ്ങളുടെ സഹായമേ, വിശ്വാസത്തിലും നിർമ്മലതയിലും ജീവിക്കുന്നതിനും ജീവിക്കുന്നതിനും അങ്ങേ തിരുക്കുമാരന്റെ കുരിശ് അങ്ങേ തിരുകുമാരന്റെ കുരിശ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. സ്നേഹം നിറഞ്ഞ അമ്മേ, സ്നേഹം നിറഞ്ഞ അമ്മേ, രോഗപീഠകളിലും രോഗപീഠകളിലും ആപത്തുകളിലും ആപത്തുകളിലും തിന്മയുടെ ശക്തിയിലും ആധ്യാത്മിക ശത്രുക്കളുടെ പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് സമീപസ്ഥയായിരുന്ന അന്നേ തിരുക്കുമാരന്റെ പക്കൽ നിത്യാനന്ദ അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധരാജ്ഞി, കന്യകയുടെ മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതൃശാസനെ സ്വസ്തി. അവയുടെ പുറത്തലപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കണ്ണിയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന് അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതൃകയും നിറഞ്ഞ കന്യകാമറിയമേ, ആമേ. ഞങ്ങളുടെ മാതാവും സഹായവുമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഞങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുൾ ചെയ്തുകൊണ്ടും മനുഷ്യരുടെ ആത്മീയ ഭോജനമായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ടും ഞങ്ങളുടെ മുമ്പാകെ സക്കരാരിൽ എഴുന്നള്ളിരിക്കുന്ന ദിവ്യകാരുണ്യനാഥ, ഈ സ്നേഹത്തിൻ്റെ ഉദാശയെ സ്വീകരിക്കുന്നതിനും സന്ദർശിക്കുന്നതിനുള്ള ആഗ്രഹം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. യുവതി യുവാക്കൾ തങ്ങളുടെ നിർമ്മലത അഭുങ്കരം പാലിക്കുവാനുള്ള ദിവ്യ ഔഷധം ഈ കുദാശയിൽ കണ്ടെത്തട്ടെ. സ്നേഹനാഥ, ഈ അനുഗ്രഹങ്ങൾ അങ്ങയുടെ വത്സല മാതാവും ഞങ്ങളുടെ സഹായിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി പരിശുദ്ധ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
രക്ഷകന്റെ മാതാവായ മറിയമേ, തിരുസഭയുടെ തലവനായ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ ഒരു അധ്യക്ഷനായ ജോസഫ് മെത്രാനെയും മറ്റുള്ള ആത്മീയ നേതാക്കളെയും കാത്ത് പരിപാലിക്കുകയും അവർക്ക് ആവശ്യമായ വിവേകവും വിജ്ഞാനവും നൽകി സഭ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ലോകത്തിൽ സ്നേഹവും സമാധാനവും സ്ഥാപിക്കുന്നതിന് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അശരണയുടെ ആലംബമായ മറിയമേ, ദാരിദ്ര്യക്ലേശം അനുഭവിക്കുന്നവരുമായി ദൈവം നൽകിയ സമ്പത്ത് പങ്കുവെക്കുന്നുള്ള സന്മനസ് രാഷ്ട്രങ്ങൾക്കും വ്യക്തികൾക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കന്യകളുടെ രാജ്ഞിയായ മറിയമേ, എല്ലാ യുവതി യുവാക്കളെയും അങ്ങയുടെ സംരക്ഷണയിൽ കാത്തുകൊള്ളണമേ. മദ്യം, മയക്കുമരുന്ന് മുതലായ ക്ഷണികമായ സുഖസന്തോഷങ്ങളുടെ മായാവലയത്തിൽപ്പെട്ടുകൊള്ളാതെ സുഹൃതപാതയിലൂടെ അവർ നയിക്കപ്പെടട്ടെ. ധാരാളം വൈദിക സന്യാസ ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാന രാജ്ഞിയായ മറിയമേ, ഈ ലോകത്തിൽ സമാധാനമില്ലാതെ കഴിയുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അങ്ങേ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരൻ ഈ ലോകത്തിൽ സ്ഥാപിച്ച സമാധാനം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വർഷിക്കപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വ്യാകുലം അനുഭവിച്ച മാതാവേ, ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ ക്ലേശിക്കുന്ന എല്ലാവർക്കും ആരോഗ്യദായകനായ അങ്ങേ തിരുക്കുമാരൻ്റെ ദിവ്യകരസ്പർശം ലഭിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയും സഹായിയുമായ മറിയത്തോടുള്ള പ്രാർത്ഥന. എത്രയും അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകേ, ഞങ്ങളുടെ സഹായമേ, പാപികളായി മക്കളെ കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ പക്കൽ അഭയം തേടുന്നവരെ അങ്ങ് തുണയായിരിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധ അമ്മേ, അനവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേ മാതൃസഹജമായ കാരുണ്യത്താലും പുണ്യയോഗ്യതകളാലും ഒരു എളിയ പാപിയായ ഞാൻ എൻ്റെ മുഴു ഹൃദയത്തോടെ യാചിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം എനിക്ക് ലഭിച്ചു തരണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മാതാവും സഹായിയുമായ മറിയമേ, Ave
സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവേ, അവിടുത്തെ സംരക്ഷണം ലഭിക്കുന്നതിനായി ഞങ്ങളാണ് എന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ അപേക്ഷകളെ നിരസിക്കാതെ പ്രഭാവതയും ഭാഗ്യവതീകമായ കന്യകെ, അങ്ങ് ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും എപ്പോഴും കാത്തുരക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അവിടുന്ന് പരിശുദ്ധ രൂപിയുടെ സഹകരണത്തോടെ നിത്യകന്യകയും മാതാവുമായ മറിയത്തിൻ്റെ ശരീരവും ആത്മാവും അവിടുത്തെ പുത്രൻ്റെ അധിവാസത്തിന് യോഗ്യമാക്കിയല്ലോ. ആ അമ്മയുടെ സ്മരണയിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ മധ്യസ്ഥതയാൽ ഇപ്പോഴുള്ള അപകടങ്ങളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ.